രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 16 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ 17 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. വീണ്ടും ഇത്തരത്തിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. എന്താണ് ഇതിന്റെ കാരണം? ഈ വില എങ്ങനെ ജനങ്ങളെ ബാധിക്കും? ഗുഡ് മോർണിംഗ് പ്രിയ. രാവിലെ തന്നെ നമുക്ക് ചൂടേറുന്ന വാർത്തയാണ് ദില്ലിയിൽ നിന്നും നൽകാൻ കഴിയുന്നത്. കാരണം വാണിജ്യ സിലിണ്ടറിൽ തൊട്ടാൽ കൈപ്പൊള്ളുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. കാരണം വാണിജ്യ സിലിണ്ടറിന് 16.5 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത് 17 രൂപയായി വർദ്ധിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. എന്തായാലും തുടർച്ചയായുള്ള 5-ാം മാസമാണ് ഈ ഒരു വർധനവുണ്ടായിരിക്കുന്നത്. ഈ 5 മാസത്തിനിടെ 173.5 രൂപയാണ് കേന്ദ്ര സർക്കാർ വാണിജ്യ സിലിണ്ടറിന് വേണ്ടി വില കൂട്ടിയിട്ടുള്ളത്. എന്നാലും കഴിഞ്ഞ നവംബറിൽ എണ്ണ കമ്പനികൾ വാണിജ്യ സിലിണ്ടറിന് 62 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള 5-ാം മാസവും സിലിണ്ടറിന് വില വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. പക്ഷേ ഈ സിലിണ്ടറിൻ്റെ ഇപ്പോൾ വില കൂട്ടിയതിൻ്റെ കാരണം എന്താണ് എന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വാണിജ്യ സിലിണ്ടറിൽ വില വർദ്ധിപ്പിച്ചതോടെ വ്യാപാര മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുമെന്ന് തന്നെയാണ്. കാരണം അതിലൊന്നും സംശയമില്ല. കാരണം കഴിഞ്ഞ മാസം 1802 രൂപയായിരുന്നു ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ വില എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ വലിയ ഒരു വർധനവുണ്ടായിരിക്കും. എന്തായാലും ഇത് വലിയ രീതിയിൽ തന്നെ എല്ലാ മേഖലയെയും ബാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, രാജ്യത്ത് വിവിധ മേഖലകളിലുള്ള പണപ്പെരുപ്പവും ഒപ്പം സിലിണ്ടറിൻ്റെ വില കൂടുന്നതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലനിർത്തുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിലേക്കും വഴിവെക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഇത് കാര്യമായി തന്നെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം 17 രൂപയാണ് സിലിണ്ടറിന് കൂടിയിരിക്കുന്നത്. 19 കിലോഗ്രാം വരുന്ന സിലിണ്ടറിന് 17 രൂപ കൂടിയിരിക്കുന്നു. ഇതോടുകൂടി സംസ്ഥാനത്ത്, അതായത് കേരളത്തിലെ വാണിജ്യ സിലിണ്ടറിന് വില 1827 രൂപയായി ഉയർന്നു. കഴിഞ്ഞ മാസം ഇത് 1800 രൂപയായിരുന്നു. ഇപ്പോൾ ദില്ലിയിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില 1818 രൂപയാണ്. ഇത് കൊൽക്കത്തയിലാണെങ്കിൽ 1927 രൂപയും മുംബൈയിൽ 1770 രൂപയും. ഇത്തരത്തിൽ 1500-ന് മുകളിലല്ലാതെ ഒരു സംസ്ഥാനത്തും വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിലയൊക്കെ തന്നെ ഇന്നു മുതൽ, അതായത് ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രിയ.